നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് മാർക്കറ്റ് താഴെ തന്നെ ഇരിക്കുന്നു. 24,050 ഇപ്പോൾ ഇരിക്കുന്നത്. നോക്കുന്ന സമയം 115 പോയിന്റാണ് ഡൗണ്. 24,050 താഴെയാണ് മാർക്കറ്റ് ഇരിക്കുന്നത്. എന്ത് നിഫ്റ്റി വെച്ചാണ് ഏറ്റവും നോക്കുന്നത്. ബാങ്ക് നിഫ്റ്റി -90 ഇരിക്കുന്നു. FMCG മൈൽഡ്ലി പോസിറ്റീവ് ആണ്. എയർടെൽ ഓട്ടോ വളരെ വീക്കായിട്ടാണ് കാണപ്പെടുന്നു. ഇന്റർനാഷണൽ ന്യൂസിലൊക്കെ കച്ച എണ്ണയാണ് മാർക്കറ്റായിരിക്കുന്നത്. ഇപ്പോൾ സ്വർണത്തിൻ്റെ വില ഇറങ്ങിയിരിക്കുന്നു. 85 രൂപയാണ് ഇറങ്ങിയിട്ടുള്ളത്. സ്വർണത്തിൻ്റെ വില 4,350 അടുത്ത് എത്തിയിരിക്കുന്നു. വെള്ളിയുടെ വിലയും വിളിഞ്ഞിരിക്കുന്നു. വെള്ളിയുടെ വില ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 2,29,000 ഇരിക്കുന്നു. വൈൻ താഴെ ഇറങ്ങിയിരിക്കുന്നു. 95.74 ഇപ്പോൾ ഇരിക്കുന്നത്. സോ ഇപ്പോൾ ഈ $50 ബില്യൺ റൈസ് ചെയ്തതിന് ഏതൊരു ഇമ്പാക്റ്റും ഇല്ല. തിരികെ വിടുന്നിരിക്കുന്നു. ഇതിനെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടേ ഇരുന്നത്. മണപ്പുറം 2% കറപ്റ്റായിരിക്കുന്നത്. കർണാടക ബാങ്ക് 3% അപ്പ്. കല്യാൺ ജുവലേഴ്സ് 1% കറപ്റ്റായിരിക്കുന്നു. എന്ത് പറയുന്നു എന്ന് സ്റ്റേറ്റ് ഓഫ് ഹോമോസ് എന്നത് പറഞ്ഞ് ഒരു മാപ്പിനെ പബ്ലിഷ് ചെയ്ത് അത് അമേരിക്കൻ ടെറിട്ടറി എന്ന് കാണിക്കുന്നു. എന്നു വെച്ചാൽ ടെൻഷൻ ഇൻക്രീസ് ആകാൻ പോകുന്നു. അവിടെ അടിത്തടി ബഹളങ്ങളൊക്കെ നടക്കാൻ പോകുന്നു. അമേരിക്കയിൽ റേറ്റ് ഹൈക്ക് വരൂല എന്ന് അവർ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈൽഡ് കുറഞ്ഞിരിക്കുന്നു. ഫെഡിൻ്റെ മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നു. ഷെക്കോർ ഇൻഫ്ലേഷൻ 3.5% ഇരിക്കുന്നു. ദാറ്റ് ഈസ് 1.5% above the 2%. ഇത് കാരണം റേറ്റ് ഹൈക്ക് ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. ഇന്ത്യയുടെ പെർസെൻറ്റേജ് വന്നിട്ട് സ്ലോ ആയിട്ടും 7% വരെ ഇരിക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. RBI 7% എന്ന് പറയുന്നു. മറ്റാൾക്കാരൊക്കെ 7.2% എന്നാണ് പറയുന്നത്. ഈ ഗ്രോത്തിന് എന്നെ പൊടുത്ത മട്ടിൽ വലിയ ഒരു അർത്ഥമൊന്നുമില്ല. എന്ന് വെച്ചാൽ നോമിനൽ GDP ഗ്രോത്തും ഇതിൻ്റെ ശേഷം ഏകദേശം ഇരിക്കും. ഇൻഫ്ലേഷനേ ഇല്ല എന്ന് പറയുന്നു. ഒരാൾ ഗവൺമെൻറ്റിലിരുന്ന് തന്നെ എടുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഇൻഫ്ലേഷൻ പോകുന്നു, ഇഞ്ചിയുടെ വില എത്രയാണ്, വെങ്കായത്തിൻ്റെ വില എത്രയാണ് എന്നൊക്കെ നോക്കിയിരിക്കുന്നു. ആ റെക്കോർഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് 4% ഇൻഫ്ലേഷൻ ഇരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യൻ്റെ റിഫൈനേഴ്സ് വന്നിട്ട് ക്രൂഡ് കോസ്റ്റ് കയറും. ഞാൻ മുമ്പേ അറിയിച്ചതുപോലെ ഗൾഫിൽ പ്രീമിയം കയറിയിരിക്കുന്നു. ഇപ്പം വന്നിട്ട് റഷ്യ ഡിസ്കൗണ്ടിൽ കൊടുത്തിരുന്നത് ഇപ്പോൾ ഇല്ല. നിങ്ങൾ കുഡ്ക വാങ്ങിയില്ലെങ്കിൽ ആ 100% ടാരിഫ് വരും. ഈ ടാരിഫ് പേടി കാരണം എമ്മയുടെ വില വന്നിട്ട് $10 ഏറിയിരിക്കുന്നു. $10 കയറി എന്ന് പറയുന്നത് വലുതായിട്ട് അടിയപ്പെട്ടിരിക്കുന്നു. 103 അടുത്ത് ചെന്നിരിക്കുന്നു. ബാങ്ക്സ് വന്ന് എങ്ങനെയെങ്കിലും RBI പീരീഡ് മുടിയേണ്ട ശേഷം എത്രയും പറ്റുമെന്നാണ് നോക്കുന്നത്. സെപ്റ്റംബർ 30 വരയ്ക്കും സമയം കൊടുത്തോണ്ട് ഡിമോണിറ്ററൈസേഷനിൽ ചെയ്തതുപോലെ തന്നെ അതിന് മുമ്പേ കൊണ്ടുവന്ന് August 31 ആക്കിയിരിക്കുന്നു. ഇത് കാരണം RBI മേളിലിരുന്ന വിശ്വാസം കുറഞ്ഞു. മേളിലിരുന്ന പോസിറ്റീവ് എഫക്റ്റ് പോയി. 95.72 ഇപ്പോൾ ഇരിക്കുന്നത്. 396 ഉടയ്ക്കുമെന്ന് ഒരു ടോക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നോക്കിയെങ്കിൽ $82 ഇരിക്കുമ്പോൾ തന്നെ എൻആർഎസ് ബില്ല് വന്നിട്ട് 13.7 ബില്യൺ ആയി 41% ഏറിയിട്ടുള്ളത്. ഈ മാസം 90 ആവറേജ് ഇരിക്കുന്ന കാരണം അതിൻ്റെ മുകളിൽ അത് ചെല്ലും. രൂപയുടെ മേലിൽ പ്രഷർ വളരെ ഡെഫിനറ്റായിട്ട് ഇരിക്കും. അത്രമില്ലാതെ ക്രൂഡ് ഇൻപുട്ടാണ് വച്ചിരിക്കുന്ന കമ്പനീസ്, FMCG കമ്പനീസ്, ഈ എല്ലാവരും വിലയിനെ കയറ്റും. പക്ഷെ RBI എന്ത് പറയുമെന്നാൽ നമ്മളെ ഇൻഫ്ലേഷൻ കയറിയില്ല എന്നാണ് പറയുന്നത്. ലാർജ് ക്യാപ്പ് IT, ലാർജ് ക്യാപ്പ് സ്റ്റോക്സ് ഇതെല്ലാം വളരെ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് CLSA ഒക്കെ പറയുന്നത്. സോ ഇന്ത്യൻ ലാർജ് ക്യാപ്പ് സ്റ്റോക്സ് ഒക്കെ പ്രഷറിലാണ് ഇരിക്കും. ITയും പ്രഷറിലിരിക്കും. കമേഴ്ഷ്യൽ റീറ്റെയിൽ സെയിൽസ് വന്ന് റൂറൽ ഡിമാൻഡ് സ്ട്രെങ്തൻ ആയ കാരണം കമേഴ്ഷ്യൽ വെഹിക്കിൾസ് 1 lakh വെഹിക്കിൾസ് ഒരു മാസത്തിൽ വിൽക്കുന്ന ലെവലിൽ എത്തിയിരിക്കുന്നു. ഇതിൽ ടാറ്റ മോട്ടോഴ്സും ഒരു ലീഡർഷിപ്പിനെ സ്ട്രെങ്തൻ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ലീഡിനെയും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ 2 പൊസിഷനിലാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എത്തിയിരിക്കുന്നത്. അശോക് ലേലാൻഡ് 3-4 സ്ഥലത്തിൽ പുറമേ തള്ളാൻ പറ്റിരിക്കുന്നു. ടാറ്റ സെൻസ് ബോർഡ് വന്നിട്ട് ഇനി നിങ്ങൾ ചന്ദ്രശേഖറിൻ്റെ ലെറ്ററിനെ കണ്ടില്ല, നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ടാറ്റ ഗ്രൂപ്പ് കമ്പനീസ് ഇപ്പോൾ പുതിയ മാനേജ്മെൻറ്റിൻ്റെ അടിയിൽ ഇരിക്കുന്നു. അവരുടെ ഗ്രോത്തിന് അവർ തന്നെ ഫണ്ട് ചെയ്തിരിക്കണം. ടാറ്റ ആൻഡ് സൺസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ടാറ്റ ആൻഡ് സൺസ് വന്നിട്ട് 40,000 കോടിക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നു 31 വരയ്ക്കും. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വന്ന് ടാറ്റ സ്റ്റീൽ അവർ ലോജിസ്റ്റിക് ആൻഡ് ഷിപ്പിംഗ് ബിസിനസ്സിൽ 51% ഇരുന്ന സ്റ്റേക്കിന് 74% വരയ്ക്കും ആക്കുന്നു. ഇത് ലോജിസ്റ്റിക്സ് ആണ്. TTIML എന്ന് പറയുന്ന അവരുടെ ലോജിസ്റ്റിക്സ് ആണ്. ഇതിലും മൊത്തത്തിൽ ഒരു 3 പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഐക്ക് മാറ്റിടുന്ന ആൾ വിട്ടിട്ട് പോകുന്നു, അത് ടാറ്റ വാങ്ങുന്നു. NYK എന്ന് പറഞ്ഞ ജാപ്പനീസ് ഷിപ്പിംഗ് മൈൻ കമ്പനി അവർ യൂറോപ്യൻ റൂട്ട് മൂലം 26 സെൻറ്റർ വച്ചിരിക്കുന്നു. സ്റ്റീലിന് 74% ഇരിക്കും. വിപ്രോ കൺസ്യൂമർ സോപ്പ് കമ്പനി വന്ന് ഇപ്പോൾ അവർ സ്കിൻ കെയറിൽ എൻ്റർ ആയിരിക്കുന്നു.
ഡെർമാടെക് എന്ന് പറയുന്ന പുതു ബ്രാൻഡിൽ 387 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ 60% പിടിച്ചിരിക്കുന്നു. വിപ്രോ വന്നിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഇന്ത്യയിലും സ്റ്റാൻസ് അക്യൂർ ചെയ്ത് ഗ്രോത്ത് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അനലിസ്റ്റ് ഇട്ട പ്രഷർ കാരണം പ്രോ കൺസ്യൂമർ കെയറിനെ തനി കമ്പനിയായിട്ട് പിരിച്ച് അത് ഹോലി ഓൺഡ് ബൈ പ്രേംജി ഫാമിലി ആയിട്ട് അത് അപ്പം തന്നെ അവർ മാറ്റിയായിരുന്നു. ഡൽഹി ഹൈക്കോർട്ടിൽ സൈഡസ് ലൈഫ് സയൻസസിന് നിർത്തി വച്ചിരിക്കുന്നു. പേറ്റന്റ് ഡ്രഗിനെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി മിക്കുന്നു. മെയ് 2029 വരയ്ക്കും ഡെഫിനറ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യരുതെന്നാണ് പറയുന്നു. ഇങ്ങനെയാണ് ഡൽഹി ഹൈക്കോർട്ട് ഓർഡർ ഇട്ടിരിക്കുന്നത്. അതൊരു ക്യാൻസറിൻ്റെ മരുന്നാണ്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയിലിരിക്കുന്ന ബാങ്കൊക്കെ ഇങ്ങനെയെങ്കിലും ഒരു $2 ബില്യൺ എങ്കിലും RBI സ്വാപ്പ് ഡോളർ വിൻഡോ കുറയുന്ന മുമ്പേ എടുത്തു കൊണ്ടുവരണം എന്നാണ് അവർ നോക്കുന്നു. ഇന്നും ഒരു 11 ദിവസം സമയം ഇരിക്കുന്നു. LND എന്ത് പറയുന്നു എന്നാൽ അവരുടെ ടോട്ടൽ അസറ്റ് ആൻഡ് മാനേജ്മെൻറ്റിൽ ഗോൾഡ് ലോൺ എന്ന് പറയുന്നത് 10% മുകളിലിരിക്കണം. അത് വിചാരിക്കുന്നത് 2031 എന്നാണ്. ടാറ്റ എന്ത് പറയുന്നു എന്നാൽ ലോക്കലൈസ്ഡ് റീറ്റെയിൽ സ്ട്രാറ്റജി എന്ന് ഒന്ന് കൊണ്ടുവരാൻ പോകുന്നു. പെർ സ്റ്റോർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പോകുന്നു. സെയിൽസിന് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്നിട്ട് 5.2 ലക്ഷം കോടി വാല്യൂഷൻ ചെക്ക് വേണം IPOയ്ക്ക്. അതായത് $55 ബില്യൺ കമ്പനീനെ വാല്യൂ ചെയ്യുന്നു. ഇന്ത്യയിൽ ഷുഗർ ഭയങ്കര ഷോർട്ടേജ് ആണ്. ഷുഗറിന്റെ വില 13% ഏറിയിരിക്കുന്നു. നിങ്ങൾ നോക്കിയെങ്കിൽ അറിയാം, ഈ ചില ബ്രാൻഡഡ് ഷുഗറിന്റെ വില ഒക്കെ ഏറിയിരിക്കുന്നു. ഈ റേറ്റ് കയറുന്ന കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലങ്ങളിൽ പഞ്ചസാര ഇല്ല. ഗവൺമെന്റ് റിലീസ് ചെയ്താൽ പോലും നമുക്ക് ഷോർട്ടേജ് ആണ്. നമുക്ക് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് അവർ ഇമ്പോർട്ട് ചെയ്യാൻ സമ്മതിച്ചാൽ തന്നെ അത് ശരിപ്പെട്ട് വരുമെന്ന് ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ദീപാവലി സീസണും വരുന്നു, ദസറ വരും. ഈ സമയം ഈ സ്നാക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആവശ്യം ഭയങ്കരമായിട്ട് ആവശ്യപ്പെടും. അല്ല ഇതിൻ്റെ ഒപ്പം കുക്കിംഗ് ഓയിൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും ഇന്ത്യയിൽ വളരെ ഷോർട്ടേജിലാണ് കാണാൻ പെടുന്നു. എല്ലാത്തിൻ്റെ വിലയും ഏറാൻ പോകുന്നു. ഗൂഗിൾ വന്നിട്ട് അവരുടെ പിക്സൽ ഫോണ്, അതിലിടുന്ന ഇയർപോഡ്, സ്മാർട്ട് വാച്ച് ഇതെല്ലാം ചൈനയിൽ നിന്നെടുത്ത് വിയറ്റ്നാമിനും ഇന്ത്യക്കും വരെയുള്ള മാറ്റാൻ പോകുന്നു. റിലയൻസ് ജിയോ എന്ത് ചെയ്യാൻ പോകുന്നു എന്നാൽ ടാരിഫിനെ ഏറ്റാൻ പോകുന്നു. അത് ലാഭമില്ല, IPOയിലും നഷ്ടം, തലയിൽ വെള്ളത്തുണ്ടായിട്ടിരിക്കുന്നു. കല്യാണത്തിന് 3 പ്രാവശ്യം ഏറ്റിയതുപോലെ ഈ എല്ലാ റേറ്റിനെയും ഏറ്റി പോക്കറ്റിലിരുന്ന് കാശിനെടുത്ത് അവരെ കഷ്ടത്തിന് തീർക്കാൻ പോകുന്നു. അതായത് 50 രൂപയ്ക്ക് മിനിമം ഒരു 28 ദിവസത്തിൻ്റെ ബില്ലിംഗ് സൈക്കിളിലും 50 രൂപയ്ക്ക് മുകളിൽ റേറ്റ് കയറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓവറാളെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് വളരെ വീക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇൻഫർമേഷൻ എന്തെന്ന് വെച്ചാൽ ഡോളർ വീക്കായിരിക്കുന്നെങ്കിൽ ക്രൂഡും വീക്കായിരിക്കും. ക്രൂഡ് ഏറുന്നു, ഡോളർ കുറയുന്നു. പിന്നെ ഒരു സ്ട്രേഞ്ച് ഫിനോമിനയാണ് നമ്മുടെ മാർക്കറ്റിൽ കാണുന്നത് ഇപ്പോൾ. ഇതേ സമയം ഇൻഫ്ലേഷൻ വല്ല ബോധി നമ്മൾ 2% തന്നെ അമേരിക്കയിൽ ഇൻഫ്ലേഷൻ റേറ്റ് 2% ഇരുന്നതാണ്. അതാ കുറയും. റേറ്റ് കേട്ട് വേണ്ടാമെന്നാണ് അവർ പറയുന്നത്. പറഞ്ഞാണ് മാർക്കറ്റിൽ അവർ ബെറ്റ് കിട്ടുന്നു. ഇതിന് നമ്മളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിവേ നമ്മൾ വളരെ ഡിസീവാണ്. നോക്കി സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാം, പിന്നെ അതിനെ നോക്കാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെയിരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.